ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മലകാട്ട് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജിയോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ജിയോ അനൗൺസ് ചെയ്തിരിക്കുന്ന ലൈഫ് ഫോണുകളെ പറ്റിയാണ്. ലൈഫ് ഫോൺ 500 രൂപയ്ക്ക് നമുക്ക് ലഭിക്കുമെന്ന് ജിയോ അടുത്തിടെ തന്നെ വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. ഇതിനെ കുറിച്ച് വലിയ വിവരങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഇതിൻ്റെ പടങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ പുറത്തു വന്നിരുന്നു. ജൂലൈ 21 ഈ ഫോണിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ജിയോ ഡിസ്ക്ലോസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 500 രൂപ താഴെ അല്ലെങ്കിൽ 500 രൂപ മുതൽ ഈ ഫോൺ നമുക്ക് ലഭിക്കുമെന്നാണ് എല്ലാവരുടെയും പ്രിഡിക്ഷൻ. പക്ഷേ ഫോൺ ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് പറയാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ജിയോയുടെ എല്ലാ ഫെസിലിറ്റിയും, ജിയോയുടെ ആപ്സ് എല്ലാം കിട്ടുമെന്നാണ് ജിയോ പറയുന്നത്. ജിയോയുടെ സിം നമുക്ക് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ വോൾട്ട് ഫെസിലിറ്റിയും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഇമേജസ് ഒക്കെ ജിയോ നേരത്തെ തന്നെ ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന സ്ക്രീനിൽ 4G വോൾട്ട് ഫീച്ചർ ഫോൺ ₹500. ഇതാണ് ഈ ഫോണ്. നേരത്തെ തന്നെ ഇതിൻ്റെ ഇമേജസ് ഒക്കെ ഡിസ്ക്ലോസ് ചെയ്തിരുന്നു. ഇന്ത്യയുടെ ചില ഭാഗത്തൊക്കെ ഈ ഫോൺ കിട്ടിയവരുണ്ടെന്നാണ് ഞാൻ പല ആർട്ടിക്കിൾ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായ കാര്യം. ഓക്കെ, ഞാനൊരു കാര്യം, എൻ്റെ അഭിപ്രായത്തിലുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തോട്ടെ. ഇത് നമുക്ക് 500 രൂപയ്ക്ക് ലഭിക്കുമെന്നാണ് ജിയോ പറഞ്ഞിരിക്കുന്നത്. ജിയോ പറഞ്ഞെന്നല്ല, പല ആർട്ടിക്കിളിലും പല ന്യൂസ് പേപ്പറിലും ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ, ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ കണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഈ ഫോൺ നമുക്ക് 500 രൂപയ്ക്ക് അവർ തന്നു കഴിഞ്ഞാൽ അവർ ഇറക്കുന്ന ഹോട്ട്സ്പോട്ട്, ജിയോ 5 എന്ന് പറയുന്ന ഹോട്ട്സ്പോട്ട് അവർക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ നിന്ന് പോകുന്നതാണ്. കാരണം 500 രൂപയിൽ താഴെ അല്ലെങ്കിൽ 500 രൂപയ്ക്കകത്ത് ഹോട്ട്സ്പോട്ടും വൈഫൈയും ജിയോയുടെ എല്ലാ ഫെസിലിറ്റിയും ഉള്ള ഒരു ഫോൺ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ എന്താ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗം, അല്ലെങ്കിൽ പിന്നെ എന്താണ് ഈ ജിയോ 5യുടെ ഉപയോഗം? അതുകൊണ്ട് ഇത് 500 രൂപയ്ക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രൈസ് ലോ ആയിരിക്കും. പ്രൈസ് ചിലപ്പം 1500 തൊട്ട് 500 വരെ ആയിരിക്കും. അങ്ങനെയാണ് ചില സൈറ്റുകളൊക്കെ ഞാൻ റെഫർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് നിന്ന് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. 500 രൂപയ്ക്ക് അവർ ഈ ഫോൺ നമുക്ക് വിപണിയിൽ ഇറക്കി കഴിഞ്ഞാൽ അവർ ഇപ്പോൾ ഇറക്കുന്ന ജിയോ 5 1999 രൂപ വിലമതിക്കുന്ന ജിയോ 5 ഡിവൈസിൻ്റെ പ്രൊഡക്ഷൻ നിന്ന് പോകും. അത് 100% ഷുവറാണ്. കാരണം ഹോട്ട്സ്പോട്ടും എല്ലാ ഫെസിലിറ്റി, ജിയോ ആപ്സ്, ജിയോയുടെ എല്ലാ സർവീസും, വോൾട്ട്, എല്ലാ ഫെസിലിറ്റിയും ഉള്ള 500 രൂപയ്ക്കകത്തുള്ള ഈ ഫോണ് നമുക്ക് അവർ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ അവരുടെ ആ പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ നിന്ന് പോകും. അത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ഓക്കെ, ഇതാണ് ഫോണ്. ഓക്കെ, ഇതാണ് ഫോണിൻ്റെ ക്ലോസ് വ്യൂവിൻ്റെ നമുക്ക് ഇവിടെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഡിസ്പ്ലേയുടെ വലിപ്പം 4 to 4.5 ഇഞ്ചാണ് ഡിസ്പ്ലേയുടെ സൈസ് പറയുന്നത്. പ്രോസസ്സർ സ്പെക്ട്രം 9820 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇതിൽ ജിയോ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഫോണിൻ്റെ വർക്കുകൾ ചെയ്യാനായിട്ട് ഇതിനകത്ത് പ്രോസസ്സറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. റാം 512 to 1GB ആണ് പറയുന്നത്. ഇതിങ്ങനെ ഒരു റേഷ്യോ കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ചുള്ള ഫുള്ളായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഇൻറ്റേർണൽ മെമ്മറി റോം 4GB ആണ്. റാം അല്ല, റോം നമുക്ക് ഇൻറ്റേർണൽ മെമ്മറി ആയിട്ട് കിട്ടുന്നത്. ബാറ്ററി 1500 mAh മുതൽ 2000 mAh വരെ ആവാം. വൈഫൈ കണക്ടിവിറ്റി ഉണ്ട്, വൈഫൈ ഹോട്ട്സ്പോട്ട് ഉണ്ട്, ബ്ലൂടൂത്തും ഉണ്ട്. ഫ്രണ്ട് ക്യാമറ 2 മെഗാ പിക്സൽസ് ആയിരിക്കും ക്യാമറ. റിയർ ക്യാമറ 5 MB ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മൈ ജിയോയുടെ എല്ലാ ആപ്സിൻ്റെയും കീസ് ഇവിടെ ഉണ്ട്. അതാണ് ഈ ഫോണിൻ്റെ ഏറ്റവും നല്ല അഡ്വാൻറ്റേജ്. ഈ ആപ്പ് എല്ലാം കിട്ടുന്ന ഒരു ഫോണ്, വളരെ വില കുറഞ്ഞ ഒരു ഫോണാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഫോൺ കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ജൂലൈ 21 ജിയോ അതിൻ്റെ ന്യൂസുകളെല്ലാം ഡിസ്ക്ലോസ് ചെയ്യുമെന്ന്, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഡിസ്ക്ലോസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ഒരു ദിവസം കൂടെ ഉള്ളൂ, അല്ലെങ്കിൽ 21 ശേഷം അവർ ചെയ്യും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ജിയോയുടെ ഭാഗത്തു നിന്നുള്ള നീക്കം എന്താണെന്ന്. എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു ഫോണാണ്. ഇപ്പം സാധാരണക്കാരനാണെങ്കിലും വാങ്ങിക്കാനായിട്ട് വില കുറഞ്ഞ ഒരു ഫോണാണ്. ഓക്കെ, ഇതിൻ്റെ സ്പെസിഫിക്കേഷനും ഒരു സ്മാർട്ട് ഫോണിൻ്റെ രീതിയിൽ, ഇപ്പം ഇറങ്ങുന്ന ഒരു സ്മാർട്ട് ഫോണിൻ്റെ രീതിയിൽ തന്നെയുള്ള സ്പെസിഫിക്കേഷനാണ്. പക്ഷേ ഇതിൽ ടച്ച് ഇല്ലെന്നുള്ളതാണ് ഇതിൻ്റെ പോരായ്മ. ഓക്കെ, അപ്പം 4.5 ഇഞ്ച് സൈസുള്ള ഒരു ഫോണിൽ ഇത്രയും ഫീച്ചേഴ്സ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണ്. വൈഫൈ ഹോട്ട്സ്പോട്ട് കണക്ടിവിറ്റി വരെ ഉണ്ട്.
അപ്പം ഞാൻ പറഞ്ഞത് ഈ ഹോട്ട്സ്പോട്ട് കണക്ടിവിറ്റി ഇവർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ട് 500 രൂപയ്ക്ക് നമുക്ക് ഈ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ജിയോ 5 എന്ന ഡിവൈസിൻ്റെ പ്രൊട്ടക്ഷൻ നിന്ന് പോകും. പിന്നെ മറ്റൊരു കാര്യം, നമുക്ക് ഈ ഫോൺ വാങ്ങിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ജിയോ സിം ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. ഈ ജിയോ സിമ്മാണ് നമ്മൾ ഇതിൻ്റെ അകത്തിരുന്ന് ഉപയോഗിക്കേണ്ടത്. വോൾട്ട് ഫെസിലിറ്റിയും ഇതിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ല അറിവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം.